പത്തനംതിട്ട തിരുവല്ലയിൽ മദ്യപിച്ച് സ്കൂൾ ബസ് ഓടിച്ച ഡ്രൈവർ പിടിയിലായി. മുത്തൂർ ക്രൈസ്റ്റ് സ്കൂളിലെ ബസ് ഓടിച്ച വിപിനാണ് പിടിയിലായത്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, നേരത്തെ കഴിഞ്ഞ ദിവസവും ഇതിന് സമാനമായൊരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഈ കുട്ടികളുമായി പോകുന്ന വാഹനങ്ങൾ ഇവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന നില. സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുകൂടി അല്പം കൂടി ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ ഉണ്ടാകണം എന്ന് തോന്നുന്നു. പോലീസിൻ്റെ നടപടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, പക്ഷേ സ്കൂളുകൾ കൂടി ഇതിലൊരു ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. വിവരങ്ങൾ എന്താണ് ജയശങ്കർ? രുചിത, ഇന്ന് രാവിലെ MC റോഡിൽ രാമഞ്ചിറ പെട്രോൾ പമ്പിന് സമീപത്താണ് ഇത്തരത്തിൽ പോലീസ് പരിശോധനയിൽ ഒരു സ്കൂൾ ബസ് ഡ്രൈവർ വീണ്ടും കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മുത്തൂർ ക്രൈസ്റ്റ് സെൻട്രൽ സ്കൂളിലെ ഡ്രൈവറായ വിപിനെയാണ് പോലീസ് പരിശോധനയിൽ പിടികൂടിയിരിക്കുന്നത്. ഇയാളുടെ ശരീരത്തിൽ പരിധിയിലധികം ആൽക്കഹോളിന്റെ സാന്നിധ്യം പോലീസ് പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. ഇയാൾ എന്തായാലും കഴിഞ്ഞ ദിവസം മദ്യപിച്ചതാണെന്നും ഇന്നും ഇത്തരത്തിൽ മദ്യപാനം നടത്തിയിട്ടില്ല എന്നാണ് പോലീസ് നൽകിയ മൊഴി. എന്തായാലും ഇയാളെ പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്ത് മെഡിക്കൽ ഉൾപ്പെടെ പൂർത്തിയാക്കി വിട്ടയച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഈ ജില്ലയിൽ ഈ സ്കൂൾ ബസ് ഡ്രൈവർമാർ മദ്യപിച്ച വണ്ടി ഓടിക്കുന്നതിന് വ്യാപക പരിശോധന കഴിഞ്ഞ ആഴ്ചകളായി പോലീസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് പത്തനംതിട്ടയിൽ ഇതുപോലൊരു ഡ്രൈവറെ പിടികൂടുന്ന സംഭവം ഉണ്ടായത്. അയാളുടെ ശരീരത്തിലും ഈ ആൽക്കഹോളിന്റെ അംശം വളരെയധികം കൂടുതലാണ്. എന്തായാലും വരും ദിവസങ്ങളിലും സമാന പരിശോധന നടത്തുമെന്ന് പോലീസ് പറയുന്നു. ഒപ്പം തന്നെ ഇന്ന് പിടിയിലായ വിപിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിനും സസ്പെൻഡ് ചെയ്യുന്നതിനും ആവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരികയാണ്. മോട്ടോർ വാഹന വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ നൽകുകയും ചെയ്യും. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരത്തിൽ വ്യാപകമായ ഒരു പരിശോധനയിലേക്ക് പോലീസ് കടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ സ്കൂൾ കുട്ടികളുമായി പോകുന്ന വാഹനങ്ങളിൽ മദ്യപിച്ചുള്ള യാത്ര ഡ്രൈവിംഗ് അനുവദിക്കില്ല എന്ന ഒരു കർശന നിലപാടുമായാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്.